ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നുകൊണ്ട് ഈ ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. അതുകൊണ്ട് വീഡിയോ വെച്ച് ലെങ്തിയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക. കണ്ടു നോക്കിയ ശേഷം നിങ്ങൾ വരച്ച് നോക്കുക. അപ്പോൾ നമ്മൾ വരച്ചു തുടങ്ങുന്ന ഭാഗം, കണ്ണടയുടെ ഭാഗം നമുക്ക് വരച്ചു തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട് ലൈനിൻ്റെ 10B പെൻസിലും 6B പെൻസിലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് 10B ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഡാർക്ക്നെസ് കൂടുതൽ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് 10B ഉപയോഗിക്കണം. അപ്പോൾ ആ ഒരു ഭാഗം കൊണ്ട് നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 3 പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പാർട്ട് കണ്ടോന്നും കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരുത്തെ വരയ്ക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്ത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. ആ സമയം പോലെ നമുക്ക് ചെയ്ത് പോകാം, കുഴപ്പമില്ല. അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം എനിക്ക് ഒരു ഡ്രോയിങ് ഞാനിപ്പോൾ 3-4 പാർട്ടൊക്കെ ആയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസമായിട്ട് അത് ചെയ്യാം. കമൻറ്റ് നോക്കിയാണ് ഞാൻ ചെയ്തു പോകുന്ന ഡ്രോയിങ്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് അമർത്തി പിടിച്ച് വരയ്ക്കണമെന്നില്ല. ഡാർക്ക്നെസ് ഉള്ള മനസ്സിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയ്ഡ് ചെയ്താൽ തന്നെ നല്ല ഇതായിട്ട് കിട്ടും അവിടെ. പിന്നെ ഈ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ലൈൻ പോലെ വരുന്നുണ്ട്. കണ്ണാടിയുടെ ഒരു ചെവിയിലോട്ട് വെച്ചേക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ഇതാണ്. അപ്പോൾ അത് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് വെച്ചായിരുന്നല്ലോ ആദ്യം ചെയ്ത പോകാം. അത് അതിന് ചുറ്റുമുള്ള ഭാഗം ആദ്യം നല്ല ഡാർക്ക്നെസ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ മതി അവിടെ. അതുപോലെ തന്നെ ഇടൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ പെൻസിൽ ഡ്രോയിങ് ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കത് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ബേസിക്കായിട്ട് ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഫേസ് വരയ്ക്കേണ്ട എങ്ങനെയാണെന്നും ഐ, നോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഈസി ആയിട്ടുള്ള മെത്തേഡൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക നിങ്ങൾ. ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അതുപോലെ കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ട്യൂട്ടോറിയലായിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് നമുക്ക് ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 6B പെൻസിൽ ഉപയോഗിച്ചായിരുന്നു. ചുറ്റുമുള്ള ഭാഗത്ത് വലിയ ഡാർക്ക്നെസ് വരുന്നില്ലാത്തതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ 6B പെൻസിൽ ഉപയോഗിച്ചായിരുന്നു. അതുപോലെ ചെറിയ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നിടത്ത് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരുപാട് ഡാർക്ക്നെസ് വരുന്നിടത്ത് നമ്മൾ 10B ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുവാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു തന്നില്ല പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഏത് പെൻസിലാണ് അവിടെ ഉപയോഗിക്കണമെന്നുള്ളൊരു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സ്വന്തം കഴിവായിട്ട് ഉണ്ടാവണം. അതായത് ഇപ്പോൾ ഡാർക്ക്നെസ് കൂടിയടുത്ത് നമുക്ക് 10B ഉപയോഗിക്കണം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് മനസ്സിൽ കണ്ട് ഓരോ ഡ്രോയിങ് ചെയ്യുക. അവിടെ ഏത് പെൻസിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക. എന്നിട്ട് ആ പെൻസിൽ ഉപയോഗിക്കുക. അങ്ങനെ പോയാൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അത് പേപ്പർ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് A4 പേപ്പർ 80 GMൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വലിയ കട്ടിയൊന്നുമില്ല, അത്യാവശ്യം ചെറിയൊരു കട്ടി മാത്രമേ ഈ പേപ്പറിനേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഡ്രോയിങ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം കട്ടിപിടി പേപ്പറൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട് നമ്മളിപ്പം വില കൂടിയ മെറ്റീരിയൽസൊക്കെ വാങ്ങി ഉപയോഗിച്ചാൽ മാത്രം നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
അത് നമുക്ക് റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് വെച്ചാണ് നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റും. വില കൂടി വേണം പെൻസിൽ വേണമെന്നോ വില കൂടി പേപ്പർ വേണമെന്നൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ ചെവിയുടെ ഭാഗങ്ങളൊക്കെ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ചെയ്യാനില്ല. ആ ഒരു ഷാഡോസ് വരുന്ന വരുന്ന ഭാഗങ്ങളൊക്കെ ഇല്ല, അപ്പോൾ ആ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്താൽ മതി. അതായത് നമ്മൾ 10B പെൻസിലിനെ ആ ഭാഗത്തൊക്കെ ഉപയോഗിക്കാം. പിന്നെ ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ മൊത്തത്തിൽ ആ ചെവിയുടെ ഭാഗത്ത് ഒരു ബ്രൈറ്റ്നെസ് കൂടിയ ഭാഗമാണ്, മൊത്തം ഡാർക്ക്നെസ് വരുന്നില്ല. അതിൻ്റെ അകത്ത് ആ ചെവിയുടെ അകത്തെ ഭാഗങ്ങളൊക്കെ ചെറിയൊരു ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ചുറ്റുമുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ചെറിയൊരു ഷെയ്ഡ് ചെയ്താൽ എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ബ്രഷ് ഉപയോഗിച്ച്. അപ്പോൾ ആ ഒരു ഭാഗം ഓക്കെ ആകും. ഇപ്പോൾ നിങ്ങൾ വരച്ച് നോക്കുന്നവരൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മാക്സിമം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് വഴി ഞാൻ ചോദിക്കാം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പോൾ പേപ്പർ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കോട്ടൺ ബഡ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനുള്ള ലിപ്സിൻ്റെ ഭാഗമുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന ഭാഗത്ത് അത്യാവശ്യം ഡാർക്ക്നെസ് കൂടിയ ഭാഗമാണ്. അപ്പോൾ അവിടെ ആദ്യം ജസ്റ്റ് 6B പെൻസിൽ ഉപയോഗിച്ചൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ ഡാർക്ക്നെസ് നമുക്ക് എന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് ആ ഒരു വേണ്ട ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് 10B പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്താൽ മതി. ഒരുപാട് ഡാർക്ക്നെസ് ആക്കിയിട്ട് ഇതാക്കണമെന്നില്ല. ഇപ്പോൾ ലിപ്സിൻ്റെ ഫുള്ളായിട്ട് ഡാർക്ക്നെസ് അതിൻ്റെ അകത്ത് വരുന്നില്ല, ഈ ഒരു സൈഡ് കൊണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ഷാഡോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഡാർക്ക്നെസ് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം അവിടെ നമ്മൾ പേപ്പർ സ്റ്റാമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ കുറച്ച് ഭാഗം, പിന്നെ ആ ഡ്രസ്സിൻ്റെ കുറച്ചുകൂടി വരയ്ക്കാനുള്ളൂ. അപ്പോൾ അതോടെ ചെയ്ത് നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. ഈ ചെവിയുടെ ഈ പുറകത്ത് ഈ വരുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം ഡാർക്ക്നെസ് വരുന്നുണ്ട്. അപ്പോൾ അത് 10B ഉപയോഗിക്കാം, അല്ലെങ്കിൽ 6B ഉപയോഗിച്ച് കുറച്ചുകൂടെ ഇതായിട്ട് ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഇവിടെ പനി വന്നിട്ട് ജലദോഷം മാറിയിട്ടില്ല, പനിയുടെ ഇടയ്ക്ക് ചുമക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റർബാണ്, ക്ഷമിക്കണം, വേറെ വഴിയില്ല. വോയിസ് അത്ര ക്ലിയർ ഒന്നും ആയില്ല എനിക്ക്, എന്നിട്ട് ഞാൻ ഡ്രോയിങ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഓരോ പാർട്ടും കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരച്ച് പഠിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ലേറ്റ് ആവാതെ തന്നെ വീഡിയോ ഇട്ട് പോകുന്നത്. ആ ഓരോ ബോക്സും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഷെയ്ഡിങ് എത്രത്തോളം വരുന്നുണ്ടെന്നൊക്കെ, ഏത് ഭാഗത്ത് എവിടെ വരെ വരുന്നുണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഗ്രിഡ് ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം തന്നെ അതാണ്. നമുക്ക് കറക്റ്റ് ഒരു ഫേസ് കറക്റ്റായിട്ട് നമുക്ക് ഔട്ട് കിട്ടും, വരച്ചെടുക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഈ ഒരു ഭാഗമൊക്കെ ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്താൽ മതി. അതും 6B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് പിടിക്കാതെ ജസ്റ്റ് ഒരു ഷെയ്ഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സ്കിൻ ടോൺ അവിടെ നമുക്ക് കിട്ടും. ഇതുപോലെ ബ്രഷ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചൊന്ന് ഇതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി. ബ്രഷാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നല്ലതായി ചെയ്യാൻ പറ്റും. അപ്പം ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും.
അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക്നെസ് അവിടെ വേണമെന്ന് ഫോട്ടോ നോക്കുക. വേണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ മുകളിൽ കൂടെ തന്നെ. അപ്പോൾ നമുക്ക് ഇനി വരയ്ക്കുന്ന ഈ കഴുത്തിൻ്റെ ഈ താഴ്ഭാഗമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഡാർക്ക്നെസ് ആയിട്ട് തന്നെ കൊടുക്കണം. അവിടെ ചെറിയൊരു ലൈറ്റ് അടിക്കുന്ന ഏരിയാസും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നല്ല ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഞാൻ 6pയും 10pയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് വരച്ച് പഠിക്കാൻ പറ്റിയ ഒരു മെത്തേഡ് തന്നെയാണ്. എളുപ്പത്തിൽ വരച്ച് പഠിക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനുള്ള ഡ്രസ്സിൻ്റെ ഭാഗം മാത്രമേ ഒന്ന് വരയ്ക്കാനുള്ളൂ. അപ്പോൾ അതോടെ ഒന്ന് ചെയ്തിട്ട് ഡ്രോയിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ജസ്റ്റ് മൊത്തത്തിലൊന്ന് നോക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷെയ്ഡ് ചെയ്യാൻ കുറച്ചുകൂടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഫോട്ടോ വരച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോട്ടോ നോക്കുക. അതുപോലെ അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഓരോ ഡ്രോയിങ് ഞാൻ ഓരോ ദിവസമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് അതുപോലെ വരച്ച് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം.